ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഈ യാത്ര കുറച്ച് സങ്കടമുള്ളൊരു യാത്രയാണ് കേട്ടോ. ഞാനും മോനും നാട്ടിൽ പോവാണ്. അപ്പോൾ അനിത കൂടെ പോരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ സങ്കടവും പരിഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. മോൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി അമ്മമ്മേനെ കാണണം, അച്ഛമ്മേനെ കാണണം എന്നുള്ളൊരു ഫീലിങ്സിലാണ് മോനുള്ളത്. പക്ഷേ അനിത വളരെ സാഡായിട്ട് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ലഗേജൊക്കെ വിട്ടു. ഞങ്ങൾ ഉള്ളിൽ കയറാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം മോന് ടിക്കറ്റ് വെച്ച് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് കയറാനുള്ള ചെറിയ ചെറിയ പരിപാടിയാണ്. തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം വരും, കരച്ചിലാകും, പിഴിച്ചിലാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറി. മോന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം എന്നുള്ളൊരൊറ്റ ചിന്തയായിട്ടാണ് അവനുള്ളത്. അനിയാണെങ്കിൽ പെരും കരച്ചിലും അങ്ങനെയായിട്ട് അവളും. പിന്നെ കൂടെ ചേച്ചി ഉള്ളത് കാരണം കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും ചേച്ചി കരയല്ലേ എന്നൊക്കെ പറഞ്ഞ കാരണം ഒരു വിധത്തിൽ അങ്ങോട്ട് തട്ടി മുട്ടി അങ്ങനെ നീങ്ങി. പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ ഇവിടുത്തെ പേപ്പർ വർക്കുകളൊക്കെ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിമാനത്താവളമായ ദമാമിലെ, സൗദി അറേബ്യയിലെ ദമാമിലെ കിങ് ഫഹദ് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ കയറുന്നത് കേട്ടോ നാട്ടിലേക്ക് പോരുന്നത്. ഇൻഡിഗോ എയറിലാണ് നമ്മൾ പോരുന്നത്. അപ്പം പേപ്പേഴ്സ് വർക്കൊക്കെ ഏകദേശം പെട്ടെന്ന് തന്നെ റെഡിയായി. അപ്പോൾ നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. അവിടെ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ കാണുന്നത്. എന്ത് മനോഹരമാണെന്ന് നോക്കി. പുല്ലുകൊണ്ട് ഓരോ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഹൈ ലെവൽ സെറ്റപ്പാണ് കേട്ടോ. കണ്ടാലും മതി വരാത്ത ഓരോ ദൃശ്യങ്ങളാണ്. പിന്നെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ഇൻഡിഗോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോൻ്റെ ഭാഗമാണ്. ഇൻഡിഗോ ഇങ്ങനെ മെല്ലെ 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 വരുന്നുണ്ട്. ഒരു വിധത്തിലാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തൊപ്പിക്കാൻ പറ്റത്. മോനെ ഒറ്റയ്ക്ക് ഞാനും കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ ചെറിയ ചെറിയ കട്ടിങ്സൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തൊപ്പിച്ചു. മോന് പറയുന്നുണ്ട് തീവണ്ടി തേച്ചാൽ പോകണം. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗം എടുത്തു. മൊത്തത്തിൽ അനി പെറ്റും വിളിക്കുന്നുണ്ട്. അവിടുന്ന് ഏതായാലും വൈഫൈ കണക്ഷനൊക്കെ ഫ്രീ ആയ കാരണം ഒത്തിരി കോളിംഗ് എല്ലാം നടത്തി. അങ്ങനെ ഒത്തിരി ഭാഗങ്ങളൊക്കെ മാറി തിരിഞ്ഞ് ഞങ്ങൾ ഏതായാലും ഈ സൈഡിലെത്തി. പിന്നെ വേറൊരു വിമാനം ലാൻഡ് ചെയ്ത് നമ്മുടെ സൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ കട്ടിങ്ങും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ഒരു പ്രവാസിയുടെ ഒരു മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്നൊരവസ്ഥയാണ്. മോനും ഹസ്ബൻഡും ഇങ്ങോട്ട് പോരുകയും വൈഫ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്താ പറയുക, എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു യാത്ര ഞാനും പ്രതീക്ഷിച്ചതല്ല. പിന്നെ മോനെ നാട്ടിൽ ചേർക്കണം എന്നൊക്കെ ഒരു ചിന്തയിലാണ് പോകുന്നത്. പക്ഷേ ഒന്നും തീരുമാനമായിട്ടില്ല അവനെ ഇവിടെ ചേർക്കണോ എന്നുള്ള കാര്യങ്ങളൊന്നും. അപ്പം അങ്ങനെ നിന്നു. ഓരോരോ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ പദ്ധതി ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഒരു ഫ്ലൈറ്റ് വരുന്ന ലാൻഡ് ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്കുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ചെറിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. മോന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് മോന് ഫുഡ് മേടിച്ചു കൊടുത്തു. അങ്ങനെ അവൻ ഫുഡ് കഴിച്ചു. അതിനുശേഷം വിമാനത്തിൽ കയറി. അവിടുന്ന് ഒരു സെൽഫി എടുത്തു. പിന്നെ ആകാശ